sorry at all. Okay, good morning. So our today's class is about the measurement of price elasticity of demand. എന്താണ് എങ്ങനെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, so during the previous class we saw what is price elasticity, different types of price elasticity, etc. Now our topic is how we can measure price elasticity. Price elasticity can be precisely defined as the proportional change in the quantity demanded of a commodity due to change in its price. ഓക്കെ, നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ട്. ഫ്രം ദി ഡെഫിനിഷൻ വി ഹാവ് ടു ഫൈൻഡ് മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു എ ചേഞ്ച് ഇൻ വാട്ട് ഇൻ ഇറ്റ്സ് പ്രൈസ്. സോ and this proportional change in quantity demand may be due to a proportional change in its price. So when you are changing the price of the commodity by 5%, how much will be change in the quantity demanded? അല്ലേ, നിങ്ങൾ തന്നെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുക. എന്താ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങൾ കടലമിഠായി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചു. കടലമിഠായിക്ക് എന്നാ വില? ഒരു കടലമിഠായിക്ക് 5 രൂപ വരെയുണ്ട്. 2 രൂപയ്ക്കും കിട്ടും, പക്ഷേ 5 രൂപയ്ക്കുണ്ട്. നമ്മൾ 5 രൂപയ്ക്ക് കടലമിഠായി കൊടുക്കുക. ഇത് 3 രൂപയ്ക്കിലേക്ക് വില കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വിചാരം എന്താ? ഒത്തിരി ആൾക്കാർ നമ്മളെ കടലമിഠായി മേടിക്കും. 5 രൂപയ്ക്ക് കഴിയുമ്പോൾ എനിക്ക് 1.5 രൂപയ്ക്ക് ലാഭം കിട്ടുമായിരുന്നു. ഇത് എനിക്ക് വിൽക്കുമ്പം 2 രൂപ. ഇതെനിക്ക് വിൽക്കുമ്പോൾ 50 പൈസ ലാഭം കിട്ടും. അപ്പോൾ കൂടുതൽ മിഠായി വിൽക്കാൻ പറ്റും. സോ ഐ ക്യാൻ ഗെറ്റ് ലോട്ട് ഓഫ് 50 പൈസ. ഓക്കെ, സോ മൈ പ്രോഫിറ്റ് വിൽ ഇൻക്രീസ് in response to the price reduction I have made. So that is a logic behind a price reduction. Behind a price reduction that you are going to commit if you are the owner of a particular firm. Okay, so reduce the price, increase the selling, so that you can get a lot of profits. Okay, from increased turnover. So there should be some relationship between the amount of price you reduced and the amount of quantity you are able to sell more and more. Okay, or amount of the higher quantity of the commodity you might have sold. അപ്പോൾ നമ്മൾ പ്രൈസ് കുറച്ച് അതിൻ്റെ ഒരു മടങ്ങായിട്ട് നമുക്ക് എന്ത് കൂടുതൽ കിട്ടണം? ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് നമുക്ക് കൂടിയാലേ നമുക്ക് ലാഭമുള്ളൂ. പഴയ ക്വാണ്ടിറ്റി തന്നെ വിൽക്കുമെങ്കിൽ നമ്മൾ പ്രൈസ് കുറച്ചുകൊണ്ട് ഒരു ലാഭമില്ല, നഷ്ടമായിപ്പോയി. So this type of what we can say calculation is there with respect to price elasticity. So since price elasticity is a concept, it is a concept, its application is also very important when we are described with an example. അതിൻ്റെ ആപ്ലിക്കേഷൻ ഭയങ്കര പ്രധാനപ്പെട്ട. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോണ്ടല്ലോ നമ്മളതിനെ മാത്തമാറ്റിക്കലായിട്ട് അല്ലെങ്കിൽ അരിത്തമെറ്റിക്കലായിട്ട് നമ്മൾ ആ ഇലാസ്റ്റിസിറ്റി ആക്കണം. ഞാൻ 10% കൊണ്ട് വില കുറച്ചാൽ എനിക്ക് എത്ര മാത്രം കൂടുതൽ വിൽക്കാൻ പറ്റും? ഞാൻ 10% കൊണ്ട് വില കുറച്ചപ്പം എൻ്റെ വിൽപ്പന 100-ൽ നിന്ന് 110 കൂടിയത്. അല്ലെങ്കിൽ 100-ൽ നിന്ന് 120 യൂണിറ്റ് എനിക്ക് കൂടുതൽ വിൽക്കാൻ പറ്റുമോ? 100-ൽ നിന്ന് 200 യൂണിറ്റ് കൂടുതൽ വിൽക്കാൻ പറ്റും. എനിക്ക് ലോട്ടറിയാണ് അല്ലേ? ഞാനിത് പ്രൈസ് കുറച്ചതിൻ്റെ വില. ഓക്കെ, so this type of a calculation is all there whenever you are going to reduce the price. So in this context it is always important to measure elasticity. We are going to see different methods for measuring what we can say price elasticity of demand. Okay, അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്ന നമ്മൾ പല മെത്തേഡുകൾ കാണാൻ പോവാം. പല മെത്തേഡ് ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ there are several methods to measure price elasticity. The following are the important ones. Okay, proportionate method. നിങ്ങളെ പ്ലസ് ടു ടീച്ചർ നല്ല ഭംഗിയായിട്ട് പഠിപ്പിച്ചിട്ടാണ്. പ്ലസ് ടുവിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊരു എലിമെൻ്ററി ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് ഇക്കണോമിക്സിൻ്റെ കേസിൽ അവർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പായ നേരിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ട് കാണുന്ന എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ മെത്തേഡുകളും ചിലപ്പം കവർ ചെയ്ത് പോയി കാണും. ഓക്കെ, so these are the methods. First is the proportionate method. Second is the total expenditure method. Let me write it short as TE, total expenditure. Okay, then point method, then arc elasticity method. So these are the important methods to measure what we can say price elasticity of demand. Now we are going to see each and every method one by one. Now first method is proportionate method. Proportion എന്ന് പറഞ്ഞാൽ അനുപാതം അല്ല. ഈ മെത്തേഡ് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എല്ലാ മെത്തേഡും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എത്ര നമ്മൾ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് എത്ര അനുപാതത്തിൽ ഡിമാൻഡ് ചെയ്യുകയും ചെയ്തു, ഇത്രയേ ഉള്ളൂ പ്രൈസ് ഇലാസ്റ്റിസിറ്റി.
ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ 2 ഡിവൈഡർ ഇട്ടിട്ട് മുകളിൽ നമുക്ക് ഭയങ്കര ലെങ്തി ഒരു സെൻറ്റൻസ്, അടിയിൽ വേറൊരു ഇച്ചോടെ ലെങ്ത് കുറഞ്ഞതാണെങ്കിലും ഒരു സെൻറ്റൻസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര അരിശോ അല്ലേ. ഇത്രേ ഉള്ളൂ. നമ്മളൊരു പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എത്ര അനുപാതം കണ്ട് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്തു കുറയാം കൂടാം കുറയാം, കൂടുന്നതും കുറയുന്നതെല്ലാം ചേഞ്ചാണ് അല്ലേ. അപ്പോൾ നമ്മൾ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പം ഡിമാൻഡ് അങ്ങനെ ചേഞ്ച് ചെയ്യും. പ്രൈസ് ചേഞ്ച് ചെയ്തപ്പം ഡിമാൻഡ് അങ്ങനെ ചെയ്തു. പ്രൈസ് ചേഞ്ച് ചെയ്തപ്പം ഡിമാൻഡ് എത്രമാത്രം ആനുപാതികമായിട്ട്, മനസ്സിലായല്ലോ. നമ്മളാണെങ്കിലും റെസിപ്രോസിറ്റി എന്നൊരു വാക്കുണ്ട്, റെസിപ്രോസിറ്റി അല്ലേ. നമ്മുടെ ഫ്രണ്ടിന് നമ്മളൊരു ഹെൽപ്പ് കൊടുത്തു, നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ബർത്ത്ഡേ ഒരു ഭയങ്കര പരിപാടിയാണല്ലോ അല്ലേ. ബർത്ത്ഡേക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഉടനെ ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വന്നു. ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ അവന് കൊടുത്ത ഗിഫ്റ്റ് ഇത്രയും പ്രൈസിൻ്റെ ആയിരുന്നു, അവൻ എനിക്കെത്ര, അങ്ങനെ നമ്മൾ ആലോചിക്കും ഇല്ലേ? ശരി, നമ്മളങ്ങനെ ആലോചിക്കില്ല അതോടെ അങ്ങനെ അല്ലെന്ന് ആലോചിക്കുമോ ഇല്ലായിരിക്കും. എന്നാലും നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കണമല്ലോ, വേറെ എക്സാമ്പിളൊന്നും മനസ്സിൽ തോന്നാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഞാൻ അവന് ഹെൽപ്പ് ചെയ്ത പോലെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്തോ എന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കില്ല, നിങ്ങളും അങ്ങനെ ചിന്തിക്കില്ല. പക്ഷേ ഒരു എക്സാമ്പിൾ എടുത്ത് മാത്രം ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഈ ഞാൻ ചെയ്തതിന് ആനുപാതികമായിട്ട്, അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇരിപ്പ് അങ്ങനെയാണ്, ഞാൻ ചെയ്തതിന് ആനുപാതികമായിട്ട് അല്ലേ എനിക്ക് തിരിച്ച് അവൻ ചെയ്തോ, എന്നെ ഹെൽപ്പ് ചെയ്തോ. സോ മോർ ദാൻ പ്രപ്പോർഷനേറ്റ് ആയിട്ട് അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ 3-4 പ്രാവശ്യം ഹെൽപ്പ് ചോദിച്ചാൽ അവൻ 2 പ്രാവശ്യം പിന്നെ ഹെൽപ്പ് ചോദിച്ചു. എന്നോട് 5-6 പ്രാവശ്യം ഹെൽപ്പ് ചോദിച്ചു, ഞാനത് 4 പ്രാവശ്യം ഹെൽപ്പ് ചെയ്തു, 2 പ്രാവശ്യം ഹെൽപ്പ് ചെയ്തില്ല. ഞാനൊരു 3 പ്രാവശ്യം ചോദിച്ചു, അവൻ 3 പ്രാവശ്യം ഹെൽപ്പ് ചെയ്തു. അപ്പം എന്നെക്കാളും നല്ല മനസ്സ് ബ്രോഡൻ ചെയ്ത ആളാണല്ലോ അവൻ. അപ്പോൾ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ പറയും, ആ ഹെൽപ്പിൻ്റെ ആനുപാതികത വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ കൂടുതലായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് നമ്മൾ പറയും. സോ അനുപാതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ നമ്മളൊരു ഇക്കണോമിക്സിലെ പല കാര്യങ്ങളിലും നമ്മൾ അളക്കുന്നത് ആനുപാതികമായിട്ടായിരിക്കും, പ്രപ്പോർഷൻ. സോ ദിസ് ഈസ് ദ മീനിങ് ഓഫ് പ്രപ്പോർഷൻ. പ്രപ്പോർഷൻ ഈസ് എ ബേസിക് മെട്രിക്. മെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അളക്കുന്ന ഒരു സംഭവം, ശരിയല്ലേ? മെട്രിക് ബേസിക് മെട്രിക്കാണ്. ഡിലീറ്റ് ചെയ്തോട്ടെ. ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു മെട്രിക്കാണ് പ്രപ്പോർഷൻ. ആ പ്രപ്പോർഷൻ ഉപയോഗിച്ച് നമ്മൾ എലാസ്റ്റിസിറ്റിയെ മെഷർ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പ്രപ്പോർഷൻ നമുക്ക് എലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത്? ഹൗ മച്ച് ഐ ചേഞ്ച് പ്രൈസ് കമ്പയർഡ് ടു ദാറ്റ് ചേഞ്ച് ഐ ഹാവ് മേഡ് ഇൻ ദ പ്രൈസ്, ഹൗ മച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച്ഡ്. ശരിയല്ലേ? ഞാൻ പ്രൈസ് 10% കൊണ്ട് കൂട്ടി, എൻ്റെ ഡിമാൻഡ് 15% കൊണ്ട് കുറഞ്ഞു, എനിക്ക് അത് തന്നെ വരണം. അല്ലെങ്കിൽ ഞാൻ പ്രൈസ് 10% കുറച്ചു, അപ്പോൾ എനിക്ക് 20% കൊണ്ട് ഡിമാൻഡ് കൂടി, അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എനിക്കിവിടെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പ്രൈസ് ഇച്ചിരി കുറച്ചാലും അതിന് കൂടുതലായിട്ട് എനിക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വിറ്റ് എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റി. സോ ദിസ് ഈസ് എ മോർ ദാൻ പ്രപ്പോർഷനേറ്റ് റെസ്പോൺസ്. ബോത്ത് ദീസ് ആർ മോർ ദാൻ പ്രപ്പോർഷൻ. സപ്പോസ് ദാറ്റ് യു ഡിക്രീസ് ദ പ്രൈസ് ബൈ 10%, ബട്ട് യുവർ ഡിമാൻഡ് ഇൻക്രീസസ് ഓൺലി ബൈ 5%. അല്ലേ? നിങ്ങൾ പ്രൈസ് കുറച്ച് തീരുമാനത്തെ ശപിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളതിന് എൻ്റെ ഒരു കാറ്റകാലത്തിന് എനിക്കൊരു മണ്ടമ്പുത്ത് തോന്നിയത് 10% വില കുറഞ്ഞു, ആളുകൾ എൻ്റെ പ്രോഡക്റ്റ് 5% കൊണ്ട് കൂടുതൽ മേടിക്കും, ഈ ആളുകൾക്ക് ഒരു 15% കൂടുതൽ മേടിച്ചാൽ എന്നായിരുന്നു കുഴപ്പം നമ്മൾ പറയും അല്ലേ? നമ്മൾ പറയും ഞാൻ പ്രൈസ് കുറച്ചതിൻ്റെ ആനുപാതികമായിട്ട് ആൾക്കാരെൻ്റെ സാധനങ്ങൾ കൂടുതൽ മേടിച്ചില്ല. നഷ്ടം അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുന്നത്, ലാഭവും അങ്ങനെ തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. സോ ദാറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് യു എക്സ്പ്രസ് യുവർ ഇലാസ്റ്റിസിറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക? സോ ഇൻ ദിസ് കേസ് യുവർ കമ്മോഡിറ്റി ഹാസ് ബിഗ് ഇലാസ്റ്റിസിറ്റി. In this case there is less elasticity. Okay, so this is the way in which you can measure elasticity. We are coming to that small proportionate method equation. So what is price elasticity? It is proportionate change in quantity demanded due to a proportionate change in price. So you are expressing both the price change you have made and the quantity demanded, change in quantity demanded you have experienced in terms of proportions. ഓക്കെ, സോ അപ്പം പ്രൊപ്പോർഷനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സോ എപ്പോഴും നമ്മൾ അടി കിടക്കുന്നത് കാരണം മുകളിൽ കിടക്കുന്നത് എങ്ങനെ മാറി എന്നുള്ളതാണ്. ഓക്കെ, നൗ സോറി കേട്ടോ. സോ ഹൗ യു ക്യാൻ മെഷർ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്? ഇറ്റ് ഈസ് ചേഞ്ചിങ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിത്ത് റെസ്പെക്ട് ടു ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. 5 യൂണിറ്റ് കൊണ്ട് കൂടി ഞാൻ 100 യൂണിറ്റ് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. 10 രൂപയ്ക്കായിരുന്നു ഞാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഞാൻ എത്രയാണ് നമുക്ക് മാറ്റേണ്ടത്? 1 രൂപ വില കൂട്ടി. പ്രൈസ് എത്രയായിരുന്നു? 20 രൂപയായിരുന്നു. മനസ്സിലാലോ? അപ്പോൾ എത്ര വരും? ആലോചിച്ച് നോക്കി. അപ്പോൾ 5% വരും അല്ലേ? 5% കണ്ട്
ഞാൻ വില കുറച്ചു 5% കൊണ്ട് ഡിമാൻഡ് കൂടി. ഓക്കെ അല്ലേ? അപ്പോൾ അതൊരു ഭയങ്കര സംഭവമായി. അപ്പോൾ ഇവിടെ തുല്യതയോടോ. അപ്പോൾ നമുക്ക് അളക്കുന്നത് എങ്ങനെ, ഈ പ്രൊപ്പോർഷൻ എങ്ങനെ അളക്കാമെന്നുള്ളതാണ്. എൻ്റെ പ്രൊപ്പോർഷനെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഞാൻ നിങ്ങൾ അളക്കും. അത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ ദി ക്വാണ്ടിറ്റി ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്. Similarly, proportion change in price, how we can measure it? How much you changed your price by 1 rupee, by 5 rupees, by 10 rupees, what is your price? By 2, your price was 200. So in that proportionate method we can measure elasticity. So converting this into a symbolic form, elasticity of price is equal to del q divided by del p into p by q. എന്താണ്? ചേഞ്ച് ഇൻ ക്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പി. റിമെമ്പർ, ആദ്യം ചെയ്യേണ്ട ചേഞ്ച് ഇൻ ക്യൂ, ചേഞ്ച് ഇൻ പി ഇൻറ്റു തിരിച്ചിടുക. ഏത്? ഡെൽറ്റ ഇല്ലാതെയുള്ള ഈ രണ്ടും തിരിച്ചിടുക. അതുകൊണ്ടാവും ഡെൽറ്റ ഇല്ലാതെ ഈ രണ്ടും തിരിച്ചിട്ടാണ് പി ബൈ ക്യൂ. ഒന്നുകൂടെ ഞാൻ പറയാം, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാൻ ഇതൊക്കെ വഴിയുള്ളൂ. നമുക്കിത് എപ്പോഴും തെറ്റിപ്പോകും. ഏതാണോ ക്യൂ ആണോ പി ആണോ, അതോ ഡെൽറ്റ ക്യൂ ആണോ ഡെൽറ്റ പി ആണോ? പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ട്, പക്ഷേ എന്നെ ആദ്യം കിടന്നെന്ന് ഓർക്കുന്നില്ല. ആദ്യം നമ്മളിത് മാത്രം ഓർക്കുക, ഡെൽറ്റ ക്യൂ. അപ്പോൾ അടി വരുന്നത് എന്തായിരിക്കും? ഡെൽറ്റ പി. പിന്നെ നമ്മളെന്താ തിരിച്ചിടണമെന്ന് പറയും, പി ബൈ ക്യൂ ഇൻറ്റു ആണ് സംഭവം. ഓക്കെ, this is just a memory technique which will save you considerably in the examination hall. Okay, so delta q divided by delta p into p by q is the equation for measuring elasticity through proportionate method. So ഇവിടെ എങ്ങനെ തുടങ്ങുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു. പ്രൈസ് ചേഞ്ച് ചെയ്ത് കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് എങ്ങനെ ചേഞ്ച് ചെയ്യും, അടി കിടക്കുന്നത് മാറുന്നതാണ്, മുകളിൽ കിടക്കുന്നത് എങ്ങനെ മാറി, ഇങ്ങനെയാണ് ചിന്തിക്കില്ലേ. So change in proportion change in quantity due to change in proportion change in price. due to എന്ന് പറഞ്ഞാൽ എന്താ? അത് കാരണം. മനസ്സിലായി? ഇത് കാരണം, അത് കാരണം. അപ്പോൾ നമ്മൾ പറയും ഏത്? ഡ്യൂ ടു പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ പ്രൈസ്. പിടികിട്ടില്ലോ? ഈ ഇക്വേഷൻ പിടികിട്ടുന്നത് നമ്മുടെ ഒരു പിടികിട്ടുന്നത് മാത്രമല്ല, പിടികിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ മനസ്സിലാക്കി വെക്കാനാണ് പാട്. അപ്പോൾ മനസ്സിലാക്കി വെക്കാനുള്ള ഒരു ടെക്നിക്ക് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യും അല്ലേ? ആരെങ്കിലും പറഞ്ഞ് നമ്മൾ ഓർത്തിരിക്കും. ചിലപ്പം മെമ്മറി ടെക്നിക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു കേട്ടോ. ഭയങ്കര കോമഡി ആയിരുന്നു. സിവിൽ സർവീസ് പഠിക്കുമ്പോഴാണ് ഒരു പുള്ളിക്കാരൻ എന്നെക്കാൾ ഒരു വയസ്സ് ഇങ്ങനെ 2 വയസ്സ് കൂടുതലുള്ള. അപ്പോൾ ആ സമയത്ത് സിവിൽ സർവീസ് പഠിക്കുമ്പോൾ ഒരു മെച്ചനെന്നറിയാം, നമ്മൾ നന്നായിട്ട് പഠിക്കും. ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ പെട്ടെന്ന് ഒരു സാറായിട്ട് മാറും. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥി സാറാകാൻ മാറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം അത്ര നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ. അപ്പോൾ എന്നെ മെമ്മറി ടെക്നിക്സ് പഠിപ്പിക്കാൻ വന്ന ഒരു സാർ വന്നു. അവർ വന്നു കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി മെമ്മറി ടെക്നിക്ക് എഴുതി വെച്ച ബുക്ക് എടുക്കാൻ മറന്നു പോയെന്ന്. ഏത്? മെമ്മറി ടെക്നിക്ക് പഠിപ്പിക്കാൻ വന്നു. അപ്പോൾ അങ്ങനെ ടെക്നിക്ക് നമ്മൾ പഠിക്കണ്ട, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതെന്നറിയാം. There are a lot of techniques to remember, sometimes to understand, often to remember, some equations. So those equations are very key equations which you should always remember. You might have already some techniques to understand as well as remember this what we can say small equations. നിങ്ങൾക്ക് ഓൾറെഡി +2 ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് കാണും. +2 പരീക്ഷയുടെ 3 ദിവസം മുമ്പ് എടുത്ത് വായിച്ച് നോക്കും. ഇത് എങ്ങനെ വായിച്ച് മനസ്സിലാക്കും, ഓർത്തിരിക്കുന്നില്ല എന്ന് വിചാരിക്കും നിങ്ങൾ. ആ മെത്തേഡ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഫോർ ഓൾ ദോസ് പീപ്പിൾ ഹു ഡസൻ ഹാവ് എനി മെത്തേഡ് ടു റിമെമ്പർ ദിസ് particular equation, understand that the proportionate change in quantity demand, okay, due to proportionate change in price. നമ്മളാണ് ഒരു ഫേമായിട്ട് ചിന്തിക്കണം കേട്ടോ, നമ്മളൊരു വിദ്യാർത്ഥിയായിട്ട് ചിന്തിക്കരുത്. അങ്ങനെയാകുമ്പോൾ ഇത് മുൻപ് പിടികിട്ടാതെ വരും. എക്കണോമിക്സിൻ്റെ ഒരു പ്രശ്നം എന്താ? നമ്മൾ ഫേമിനെ കുറിച്ചാണ് പഠിക്കുന്നെങ്കിൽ നമ്മളൊരു ഫേമിൻ്റെ ഉടമസ്ഥനായിട്ട് ചെന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കമ്മോട്ടിയുടെ വില മാറ്റി, അന്നേരം നിങ്ങൾ വിൽക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രമാത്രം ചേഞ്ച് ചെയ്തു. സോ ദാറ്റ് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഷോസ് ദ പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു എ പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. കിട്ടിയിട്ടില്ല? പിന്നെ നമ്മൾ ഈ പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാണ് നടക്കുന്നത്, പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ പ്രൈസ് എങ്ങനെയാണ് നടക്കുന്നത്, പിന്നെ ഇക്വേഷൻ ഇലാസ്റ്റിക് പ്രൈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. കിട്ടിയിട്ടില്ലോ? സോറി കേട്ടോ. പിന്നെ എന്തൊക്കെയാണെന്ന് പറയാം. EP stands for elastic, Q stands for quantity, P stands for price, delta stands for infinitesimal changes in price, small changes in price. Then now we are coming to the next method to measure elasticity, which we call as total expenditure or total outlay method. ഏതാണ് total expenditure or total outlay method. നമ്മൾ T എന്ന് പറയാം. അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച അങ്ങനെ, ഞാൻ പഠിച്ച അങ്ങനെ, നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ പഠിച്ചാൽ മതി, എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ആ എക്സാമ്പിളിൻ്റെ അകത്തുണ്ടല്ലോ, നിങ്ങളൊരു സാധനം വിറ്റു, ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളാണ്, അതിനെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്.
നമുക്ക് തന്നെ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ആമസോണിൽ വിൽക്കാം. സെല്ലിംഗ് ലൈസൻസ് എടുത്താൽ മതി. നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ആ നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആമസോണിൽ സെല്ലറാകാൻ പറ്റും. ആമസോൺ ഡയറക്റ്റ് കോൺടാക്റ്റ്, ഒരു പാൻ കാർഡും ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും മതി. 18 വയസ്സായാലോ ഒരു പ്രൊഡക്റ്റ് വിൽക്കാം. ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടോ, ധൈര്യമായിട്ട് വിറ്റോളൂ. ഐ വിൽ സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കാൻ പോവുകയാണെങ്കിലോ സോറി കേട്ടോ, അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൈസ് ടെൻഡൻസി നമ്മുടെ മനസ്സിൽ ഗ്രാഫ് ഇങ്ങനെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ വിൽക്കും ആലോചിക്കുക, ആ ദിവസം നമ്മുടെ പ്രൊഡക്റ്റ് ആമസോണിൽ വിൽക്കാൻ കിടക്കുക. അപ്പോൾ ആൾക്കാരൊന്നും മേടിച്ചു, ആരും മേടിച്ചില്ല. നമുക്ക് ഭയങ്കര സങ്കടമായി. നമ്മളൊരു ആഡ് കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ URL കൊടുത്തു, കൂട്ടുകാർ കുറേ മേടിച്ച്. പിന്നെ അങ്ങനെ നല്ല റിവ്യൂ വന്നു, കുറേ ആൾക്കാർ മേടിച്ച്. അപ്പോൾ ആ ദിവസം നമ്മൾ ഓരോ ദിവസം നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് വരും. 10 യൂണിറ്റ് ആൾക്കാർ വിറ്റു, 5 യൂണിറ്റ് മേടിച്ചു, 25 യൂണിറ്റ് മേടിച്ചു. ബോംബെക്കാരെ കൂടുതൽ മേടിക്കുന്നത്, നിങ്ങൾ ബോംബെയിൽ ഒരു ആഡ് കൊടുക്കുക. ഡൽഹിക്കാർ മേടിക്കുന്നത്, ഡൽഹി നിങ്ങൾ ഒരു ആഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഉടനെ മെസ്സേജ് ആമസോൺ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. എനിക്കില്ല കേട്ടോ, ഞാൻ അങ്ങനെ പരിപാടി സാധനങ്ങളൊന്നും വിൽക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കുന്നത്. എന്നാലും ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ട്, ഇതൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ അന്നേരം എന്നാ അറിയോ, കൂടുതൽ വയ്ക്കാൻ വേണ്ടി 500 രൂപയായിരുന്നു സാധനത്തിന് വില. 500 ഇച്ചോടെ പോലെ വില കൂട്ടിയേക്കാം. 1000 രൂപയായിരുന്നു നിങ്ങൾ വയ്ക്കുന്ന സാധനത്തിൻ്റെ വില. അപ്പോൾ എന്താ അറിയും, ഒരു 750 രൂപയ്ക്ക് വില കുറച്ചു. ഒരു സെക്കൻഡ്, സോറി കേട്ടോ. പോരാ, ഞാൻ കുറച്ച് അങ്ങോട്ട് വിളിക്കാം. സോറി കേട്ടോ, ഇനി ഇടയ്ക്ക് വേറെ ഫോൺ വരും. നമ്മൾ ആമസോണിൽ പ്രൊഡക്റ്റ് വിൽക്കുന്ന കാര്യമില്ല, 250 രൂപയ്ക്ക് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ വില കുറച്ച്. നമ്മൾ റിയൽ വേൾഡ് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഈ സംഭവമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾ ചിന്തിക്കും, എത്ര ആളുകളൊക്കെ കൂടുതൽ വരുന്നുണ്ടോ. അപ്പോൾ ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റ് ആളുകൾ കൂടുതൽ മേടിച്ചു. നേരത്തെ 1000 യൂണിറ്റ് 10,000 യൂണിറ്റാണ് വിറ്റുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. 10,000 ആയോ, 10,000 യൂണിറ്റ്. ഇപ്പോൾ അതൊരു 25,000 യൂണിറ്റ്. ഞാൻ വില എത്ര കുറച്ചു, 25% കൊണ്ട് വില കുറച്ചു. അപ്പോൾ ഞാൻ എത്രമാത്രം എനിക്ക് വില 150% കൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റി. 25% കൊണ്ട് വില കുറച്ചപ്പം 150% കൊണ്ട് എനിക്ക് സെയിൽ കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ലാഭം കിട്ടും. ശരിയല്ലേ? എനിക്ക് ലാഭം, ഒരു യൂണിറ്റ് 150 രൂപ വെച്ച് ഉള്ളെങ്കിൽ പോലും എനിക്ക് ലാഭമാണ്. കൂടുതൽ യൂണിറ്റ് എനിക്ക് വിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു മെച്ചം. ശരിയല്ലേ? സോ മൈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഹാസ് ഇൻക്രീസ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നത്? അവിടെയാണ് പ്രത്യേകം. നമ്മൾ കൂടുതൽ വിറ്റോന്നില്ല എന്നല്ല, ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടണം. പഴയത് എനിക്ക് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വിചാരിക്കാം, പഴയത് എനിക്ക് 1,00,000 രൂപയായിരുന്നു. എനിക്ക് ഈ 1000 രൂപ വെച്ച് ഞാൻ ഒരു പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യപ്പോൾ എനിക്ക് 1,00,000 രൂപ കൂടുതൽ എൻ്റെ ടേൺ ഓവർ. ഇപ്പം എൻ്റെ പ്രൊഡക്റ്റിന് 750 രൂപയ്ക്ക് ഞാൻ പ്രൊഡക്റ്റ് വിറ്റപ്പോഴത്തേക്ക് എനിക്ക് 2,50,000 രൂപ കൊണ്ട് വില എനിക്ക് എന്ത് കിട്ടി? 2,00,000 ആയോ, 27,000 ആയുള്ളൂ. 2,50,000 കൂടി വെച്ച് എൻ്റെ ടേൺ ഓവർ കൂടി. അപ്പോൾ എൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടി. അപ്പോൾ എന്താണ്? പ്രൈസ് എലാസ്റ്റിസിറ്റി കൂടുതലാണെന്ന് അതിനർത്ഥം. പ്രൈസ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഇലാസ്റ്റിസിറ്റിയാണ്, അല്ലെങ്കിൽ പ്രൈസ് എലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ അറിയോ, ഞാൻ പ്രൈസ് പ്രൈസ് കുറച്ചതിനേക്കാളും കൂടിയ അനുപാതത്തിൽ എന്തുകൂടി? എൻ്റെ സെയിൽ കൂടി, എൻ്റെ ഡിമാൻഡ് കൂടി, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കൂടി. ഇത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ വഴിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ എക്സാമ്പിൾ ഒരിക്കലും മറക്കരുത്. 1,00,000 രൂപയായിരുന്നു, ഞാൻ 750 രൂപയ്ക്ക് 1000 രൂപയായിരുന്നു ഒരു പ്രൊഡക്റ്റിൻ്റെ വില. ഞാൻ പ്രൊഡക്റ്റിൻ്റെ വില 750 രൂപയ്ക്കും എൻ്റെ സെയിൽ 2,50,000 രൂപയായിട്ട് കൂടി. സോ മൈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഹാസ് ഇൻക്രീസ്. ഐ ക്യാൻ ഈസിലി സേ ദാറ്റ് my commodity has higher elasticity or elasticity is greater than 1. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതാണ്. അത് നമ്മൾ കാണും, അടുത്ത ടേബിൾ നമ്മൾ കാണുക. എന്താണ് ഗ്രേറ്റർ ദാൻ 1? ഗ്രേറ്റർ ദാൻ 1. ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. ഇച്ചിരി മുകളിലോട്ട് പോയാലേ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. Under total expenditure method, the changes in total expenditure as a result of the price change is measured to estimate price elasticity. അപ്പോൾ ഇവിടെ പ്രൈസ് എലാസ്റ്റിസിറ്റി അളക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ അനുസരിച്ചാണ്. ഫോർ എലാസ്റ്റിസിറ്റി ഡ്യൂ ടു പ്രൈസ് ഇൻക്രീസ്, നമ്മൾ പ്രൈസ് ഡിക്രീസാണ്. നമ്മളെല്ലാം അങ്ങനെയാണല്ലോ. നമ്മൾ ആദ്യം 1000 രൂപയ്ക്ക് വിൽക്കാൻ ആവറേജ് എന്നിട്ട് നമ്മൾ വിറ്റ് കൂടിയ വിലയ്ക്ക് സെറ്റ് ചെയ്ത് ആദ്യം ആൾക്കാർ വന്നില്ല. പിന്നെ ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടെന്നറിയാം, ആൾക്കാരിങ്ങനെ മറിഞ്ഞ് നിൽക്കാണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 750 കുറച്ചു, 5 കുറയ്ക്കാൻ 900, 800, അങ്ങനെ 250 ആൾക്കാരെല്ലാം അങ്ങനെ ഓടി ഒന്ന് മേടിച്ചു. നമുക്ക് ഇഷ്ടംപോലെ ലാഭം കിട്ടി. സോ ദാറ്റ് സിറ്റുവേഷൻ ഈസ് ഐഡിയൽ വൺ to understand how elasticity works. So we are introducing a price decrease. That is a classical situation. For example, if total expenditure increases as a result of a price reduction, elasticity will be greater than 1. Elasticity എങ്ങനെയായിരിക്കും? Greater than 1 ആയിരിക്കും. Okay. So expenditure increases as a result of
പ്രൈസ് റിഡക്ഷൻ, പ്രൈസ് റിഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ടേൺ ഓവർ കൂടണം, ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടണം. ഓക്കെ, സോ ഇവിടെ 3 കേസ് അവിടെ പറയുന്നുണ്ട്. സാമുവലും അവൻ ഏറ്റു തന്നു. ഓക്കെ, പ്രൈസ് ചേഞ്ച്, പ്രൈസ് ഫോളോ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? പ്രൈസ് നമ്മൾ ഫോളോ ചെയ്യണേ, പ്രൈസ് കുറയ്ക്കുക ആ സിറ്റുവേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും. ഇനി ലെസ് ദാൻ 1 ആണെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡിക്രീസ് ചെയ്യും. നമ്മൾ 750 രൂപയ്ക്ക് പ്രൈസ് കുറച്ചേ ഉള്ളൂ. എന്ത് ചെയ്തു? നേരത്തെ 1,00,000 സെയിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 75,000 സെയിൽ കുറഞ്ഞു പോയി. നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൈസ് കുറച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാർ മേടിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രൈസ് എലാസ്റ്റിസിറ്റി കുറവാണ്, 1നേക്കാളും കുറവ്. അപ്പോൾ നമുക്ക് മനസ്സിലായി നഷ്ടമായിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് എലാസ്റ്റിസിറ്റി 1 ആണോ, ഗ്രേറ്റർ ദാൻ 1 ആണോ, ലെസ് ദാൻ 1 ആണോ, ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഒരു ചേഞ്ച് വന്നില്ല, അതൊരു എന്താണ്, ഒരു ഭയങ്കര ക്യൂരിയസ് സിറ്റുവേഷനായി. ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കും. Okay, so this is the nature of price change. You are reducing the price, you find that your total expenditure increases. For that is an instance where elasticity is greater than 1. Okay, so all kudulu medichu, so your product is elastic. How much elastic it is? Its elasticity is greater than 1. Here, elasticity decreases. That means there is no change in at all. That means, not change means that your elasticity is less than 1. It is less elastic. It's not profitable for you to reduce price. Okay, when elasticity is less than 1, and this is a situation where elasticity is equal to 1. Okay, now the next situation is price rise. So elasticity decreases, total expenditure decreases considerably. So that total expenditure decreases, and that's a case of elasticity where this value is less than 1, greater than 1, not greater than 1, it's greater than 1. Similarly, when it increases, elasticity is greater than 1, and when it is equal to 1, there is no change in total expenditure, and total expenditure is equal to 1. When total expenditure is not changed, then price elasticity is equal to 1. Okay, അപ്പോൾ അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഇത് നമുക്ക് ഒരു മെത്തേഡും കൂടെ നമുക്ക് പഠിക്കാനുള്ള സമയം നമുക്കുണ്ട്. ഒരു മെത്തേഡും കൂടെ നമുക്ക് പഠിക്കാം അല്ലേ? 3-4 മെത്തേഡും കണ്ട് ആർക്ക് ഇലാസ്റ്റിസിറ്റിയും കൂടെ ഉണ്ട്. ക്രോസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി എല്ലാം ഒറ്റ സ്ട്രെച്ച് നമ്മൾ പഠിക്കുക. അതിന് നമ്മൾ പോയിന്റ് മെത്തേഡും കൂടെ ഇന്ന് നമുക്ക് നോക്കാം. പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവിലെ പോയിന്റ് അല്ലേ? ഈ പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും? ഈ പോയിന്റിൽ ഇവിടെ ഒരു പ്രൈസ് ഇത്രയായിരിക്കും. ഈ പോയിന്റ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും, ഇവിടെ പ്രൈസ് കൂടുതലാണല്ലോ. ഈ പോയിന്റ് ഇലാസ്റ്റിസിറ്റി പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുതലാണല്ലോ. ഓരോ പോയിന്റിലും ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഓരോ പോയിന്റിൽ എന്തുണ്ട്? ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ നെറ്റ് പരീക്ഷയ്ക്ക് എഴുതുവാണെങ്കിൽ PG ഒക്കെ പഠിച്ചെങ്കിൽ നെറ്റൊക്കെ പരീക്ഷ എഴുതുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി പോയിന്റ് ആണ് ഡിമാൻഡ് കർവിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ദി പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് മെഷർ ഇലാസ്റ്റിസിറ്റി പോയിന്റ് ഓൺ ദി ഡിമാൻഡ് കൊണ്ട് point A, point B, point C, like that. Different points are there on a particular demand curve. So on each and every point, what is the level of elasticity, rather the degree of elasticity, to measure point elasticity, particular point on the demand curve should be considered. Okay, so here the elasticity of demand, it is lower segment divided by upper segment. You put a point on a particular demand curve. This is the point, this is the point A, and what is the level of degree of elasticity of point A? So it is equal to the lower segment divided by the upper segment, the length of the lower segment. Okay, that means AB. Okay, divided by the length of the upper segment, that is AC. So when AB is equal to AC, what will be the situation? Then AB divided by AC, lower segment divided by upper segment, will be equal. So that will be equal to 1. So that point, at that point, elasticity equal to 1. Here it is a point R. You assume that the distance between RD dash and RD is equal to the same. Okay, distance from RD dash and RD are same. Then what happens? We say that at a point R, the elasticity is equal to lower segment divided by the upper segment. Lower segment is RD dash, upper segment is RD. Since both are equal, the elasticity is equal to 1. Elastic demand is equal to 1 at point R. Then what happens to at a point L? We can see that at point L, the lower segment will have at least 4 centimeters.
the upper segment, it may have 12 centimeters. Okay, so you can get the value of elasticity 1.1 divided by 3 is equal to 0.33. So it is less than 1. Okay, it is less than 1. So any point below this midpoint of the demand, so this is the midpoint demand curve. Point R is the midpoint of the demand curve. That is why the length of RD dash is equal to the length of RD, and below this RD dash, the length of lower segment will be less, the upper segment will be high, so elasticity will be less than 1. Area കുറവായതുകൊണ്ട് less than 1 ആയിരിക്കും. Similarly for all points, delete it. Okay, so similarly for all points above point R on the demand curve, the lower segment will be quite high. ഭയങ്കര കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ പോയിന്റ് എസ് എടുക്കുക, ഇത്രയും കണ്ട് ലോവർ സെഗ്മെന്റ് എസ് ഡി ഡാഷ് ആയിരിക്കും, ഈസ് ഈക്വൽ ടു 12. So the SD ആയിരിക്കും, that will be equal to 3. The value of elasticity is equal to 4. Okay, so all points below point R, that means midpoint of the demand curve, the elasticity will be less than 1. All points above R, the elasticity of demand is greater than 1. At point R, elasticity of demand is equal to 1. So this is what we can say. The elasticity is at different points on the demand curve, and when you are considering the extreme point, here elasticity is equal to 0 because lower segment value is equal to 0. Whatever may be the value of the upper segment, here all portions are D dash is the lower segment, but upper segment has a value of 0. That means elasticity is equal to infinity. At point D, elasticity is equal to infinity. That means the upper intersection point of the demand curve on the y-axis, that is at point D, the value of elasticity is equal to infinity. Or on the lower intersection point of demand curve on the x-axis, the intercept on the x-axis, the elasticity will have a value of 0 because only upper segment is there. Okay, so that is the features of different elasticities on different points of the demand curve. Remember, you have to understand an important point, that is point R, where the lower segment is equal to upper segment, or we can say RD dash is equal to RD. Okay, in that situation value of elasticity is equal to, so you find this point. Okay, express as ED is equal to 1 and put some other point here and indicate that all through this portion elasticity of demand is less than 1, and identify another point here like S. So again you identify the point S and express that throughout these points extending from R to D, the elasticity of demand will be greater than 1. On the other hand, the extreme point it is equal to infinity. On the downward side, at point D dash, where there is an intersection on the x-axis, the elasticity of demand is equal to 0. Okay, so that is the significance of different elasticity of different points on the demand curve. Here it is the equation: lower segment divided by upper segment, RD dash divided by RD. കിട്ടിയല്ലോ, നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കും, നിങ്ങൾ വരച്ച് ഭംഗിയായിട്ട് നിങ്ങളത് പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, so that is all about today's class. Let me take attendance.